സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ചില വ്യക്തികളെക്കുറിച്ച്, ചില സംഭവങ്ങളെക്കുറിച്ച് അല്പസ്വല്പം പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജലമായി തീർന്നാണ് ക്രിസ്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനം അവിടെ കാണുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിന് മുന്നിൽ, ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത്, ദൈവമാകുന്ന വചനത്തിന് മുമ്പിലായിരിക്കുവാൻ ദൈവം ഉപയോഗത്തിനെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനങ്ങൾ എത്ര കാലമായി, എത്ര വ്യക്തികൾ ഓരോ ബൈബിൾ ഓരോ വചനം എടുത്ത് സംസാരിക്കുമ്പോൾ ഓരോ വചനത്തിനും, ഓരോ വാചകത്തിനും ഓരോ ആശയങ്ങളുണ്ട്. കർത്താവ് വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് തൻ്റെ ഭക്തന്മാർ അത് വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. സ്തോത്രം. ദൈവകൃപ നിമിത്തം അതിനു വേണ്ടി പ്രാർത്ഥിക്കാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. എൻ്റെ വിഷയം അതാണ്. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്, വിടുതലുണ്ട്. സ്തോത്രം. യാക്കോബ് അപ്പനെ പറ്റിച്ചു, ചേട്ടനെയും പറ്റിച്ചു, ചതിച്ചു. എന്നിട്ട് ഭാര്യയുടെ അപ്പൻ്റെ വീട്ടോട്ട് പോവുകയാണ്, ലാബാൻ്റെ അടുത്തോട്ട്. ഒരു വടിയുമായി ലാബാൻ്റെ വീട്ടിലേക്ക് പോയ യാക്കോബ് മടങ്ങി വരുമ്പോൾ വലിയൊരു കൂട്ടമുണ്ട്. 2 ഭാര്യമാര്, സന്താനങ്ങൾ, ദാസ്യദാസന്മാര്, മൃഗസമ്പത്ത്, വലിയൊരു കൂട്ടമായി മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ലാബാൻ അമ്മായപ്പൻ പിന്നാലെ പിന്തുടരുകയാണ് യാക്കോബിനെ ബന്ധിക്കാൻ. യാക്കോബ് വന്നിട്ടാണ് ലാബാൻ മുതലും സമ്പത്തൊക്കെ കൂടിയത്. മടങ്ങിപ്പോകുന്ന യാക്കോബിനെ തിരികെ പിടിക്കാൻ ലാബാൻ പുറകെ വരിക. ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞ ലാബാനോട്, യാക്കോബ് എൻ്റെ ഭക്തനാണ്, യാക്കോബിനോട് ഗുണമായോ ദോഷമായോ ഒന്നും ചെയ്യരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടത് കൊണ്ട് മാത്രം ലാബാൻ യാക്കോബിനെയും കൂടെയുള്ളവർ ബന്ധിക്കാതെ, തിരിച്ചു കൊണ്ടുപോകാതെ സ്നേഹത്തിൽ സംഭാഷണം ചെയ്ത് മടങ്ങിപ്പോയി. സ്തോത്രം, സ്തോത്രം. യാക്കോബ് അങ്ങനെ തൻ്റെ സ്വദേശത്തേക്ക് വരുമ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ ഏശാവിനെ ഭയപ്പെട്ട് പേടിച്ച് യാബോക്കിൻ്റെ കടലെത്തിയപ്പോൾ ആടുമാടുകളെയും മൃഗസമ്പത്തെല്ലാം അക്കരെ കടത്തി, എൻ്റെ മക്കളെയും ദാസ്യദാസന്മാരെയും ഭാര്യനെല്ലാം അക്കരെ കടത്തി ഏകനായി യാബോക്കിനെ കടലിടുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിനോട് മല്ലുപിടിക്കുകയാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. തനിക്ക് പേടിയുണ്ട്, തൻ്റെ സഹോദരൻ താൻ ചതിച്ച് തൻ്റെ സഹോദരൻ ഏശാവ് വന്ന് തന്നെ കൊന്നു കളയുമെന്ന്. നിലവിളി, എൻ്റെ നിലവിളി, രാത്രി മുഴുവനും നിലവിളി. ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ നിന്നെ വിടുകയില്ല. സ്തോത്രം. ഇത്രയൊക്കെ സമ്പത്തുണ്ടായിട്ടും, ഇത്രയൊക്കെ സ്വജനങ്ങൾ ഉണ്ടായിട്ടും, യാക്കോബിന് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും യാക്കോബ് പറയുകയാണ് ദൈവത്തോട്, നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം പറഞ്ഞ്, വിശേഷമായി ഞാൻ പോകട്ടെ. എന്നാൽ യാക്കോബിന് വീണ്ടും പറയാനുള്ളത്, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ വിടുകയില്ല. അപ്പോൾ ദൈവം ചോദിച്ചു, നിന്റെ പേരെന്ത്? യാക്കോബ് പറഞ്ഞു, ഉബായി. യാക്കോബ്, അതായത് ഉബായി. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇനി ഉബായി അല്ല, നിന്റെ പേരിന്ന് യാക്കോബ് അല്ല, ഇനി ഇസ്രായേൽ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ എന്ന പേര് ലഭിച്ച യാക്കോബ് ഇന്ന് ഇസ്രായേൽ വലിയ രാജ്യമായി, വലിയൊരു ശക്തിയായി മാറുകയാണ്. കേരളത്തിൻ്റെ പകുതിയോളമുള്ള ഇസ്രായേൽ ഒരു വലിയ, എല്ലാവർക്കും പേടി സ്വപ്നമാകുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ സന്താനം. സ്തോത്രം. ഇസ്രായേലിൽ എല്ലാ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കട്ടെ. സ്തോത്രം. യാക്കോബ് ഇസ്രായേലായി മാറി. യാക്കോബിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവം യാക്കോബിനെ മാനിച്ചു. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, കരുതലുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൽ കർത്താവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് യാക്കോബിന് വിടുതൽ ലഭിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം, വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം വാക്യത്തിൽ തന്നെ കാണുന്നു.
ഇയ്യോബ് നിഷ്കളങ്കനും ധർമ്മം കൊടുക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ആർക്ക് ദോഷം ചെയ്യാത്തവനൊക്കെ ആണെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് സാത്താൻ പറഞ്ഞു, ഇയ്യോബിനെ ചുറ്റും വേലിയൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, നിന്നി വേലിയിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഭക്തനായി ജീവിക്കുന്നത്. അപ്പോൾ ദൈവം വേലി പൊളിച്ചു കളഞ്ഞു. ഇയ്യോബിന് എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. മരണത്തെ ജീവനെ മാത്രം എടുക്കരുത്, ബാക്കി എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. ഇയ്യോബിന് മക്കൾ മരണപ്പെട്ടു, ഇയ്യോബിന് ദാസദാസന്മാർ മരണപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടമായി. ഭാര്യ ഇയ്യോബ് ചോറി പിടിച്ച് ദേഹത്ത് ചൊറിഞ്ഞിട്ട് ഓട്ടുപുള്ളി കൊണ്ട് ചൊറിഞ്ഞിട്ട് ഇടുക്കി കിടക്കുകയാണ്. ഭാര്യ എന്ന് പറഞ്ഞു, ഇനിയെങ്കിലും ഈ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് ചത്തൂടെ. എന്നാൽ ഇയ്യോബിന് ഒരുറപ്പുണ്ടായിരുന്നു, തൻ്റെ ഈ കണ്ണുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും തൻ്റെ ഈ കണ്ണുകൊണ്ട് തന്നെ യേശുവിനെ കാണുമെന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം ആഘോഷത്തിൻ്റെ അധ്യായമാണ്. ഇയ്യോബിന് നഷ്ടപ്പെട്ട ഇരട്ടിയെ തിരികെ ലഭിച്ചു. പ്രാർത്ഥിച്ച ഇയ്യോബിന്, നിലവിളിച്ച ഇയ്യോബിന്, എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിന് എല്ലാം ഇരട്ടിയെ ദൈവം കൊടുത്ത് മാനിച്ചു. കാരണം ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർ വേദനകളിലാണെങ്കിലും തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ഇയ്യോബിനെ വിടുതൽ നൽകി. ഇയ്യോബിൻ്റെ 42 ആഘോഷത്തിൻ്റെ അദ്ദേഹമാണ്. തനിക്കെല്ലാം തിരികെ ലഭിക്കുകയാണ്. തന്നെ കാണാൻ വരുന്ന ഇഷ്ടംപോലെ സമ്മാനങ്ങളായിട്ടാണ് കൊണ്ടുവരുന്നത്. മാനിക്കപ്പെട്ടു, ജനങ്ങളുടെ ഇടയിൽ മാനിക്കപ്പെട്ടു. സ്തോത്രം. ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു. കണ്ടൊരു സ്വപ്നം, തൻ്റെ പിതാവും സഹോദരങ്ങളും തന്നെ വന്ന് വണങ്ങുമെന്ന്. എന്നാൽ അസൂയ പൂണ്ട സഹോദരങ്ങൾ ജോസഫിനെ പൊട്ടക്കനിലേക്ക് ഇട്ടു. സ്തോത്രം. അവിടുന്ന് എടുത്ത് കയറ്റി മിദ്യാനർക്ക് വിറ്റു. ഇസ്രായേൽ അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കേണ്ടി വന്നു. അവിടുന്ന് പോത്തിഫർ ജോസഫിനെ പോത്തിഫറിൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി വിലക്കെടുത്തിട്ട്. സ്തോത്രം. അവിടെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജോസഫ് ഓടി പറഞ്ഞു. എന്നാൽ ജോസഫ് പോത്തിഫറിൻ്റെ വീട്ടിൽ അനുഭവത്തിൽ ജോസഫ് മാറിപ്പോയപ്പോൾ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ 13 വർഷം നീണ്ട 13 വർഷം ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ജോസഫിൻ്റെ ഉറപ്പുണ്ട്, താൻ കണ്ട സ്വപ്നം തനിക്ക് ആശ്വാസമായ സ്വപ്നമാണുള്ളത്. സ്തോത്രം. എന്നാൽ ഈജിപ്തിലെ പ്രധാന രാജാവായിരുന്ന ഫറവോ കണ്ട സ്വപ്നത്തിനർത്ഥം ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ജോസഫിനെ രാജാവ് പ്രധാനമന്ത്രിയാക്കി. രാജ്യത്തെ 2ാമത്തെ ഫറവോ കഴിഞ്ഞാൽ ജോസഫിനെ മാനിച്ചു. പ്രാർത്ഥിക്കുന്ന ജോസഫിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. മൊർദെഖായി, ഭക്തനായി മൊർദെഖായി ദരിദ്രനായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മൊർദെഖായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. മൊർദെഖായിയെ കൊല്ലുവാൻ ഹാമാൻ പദ്ധതി ഒരുക്കി. രാജ്യത്തിലെ മന്ത്രി ഹാമാൻ പദ്ധതി ഒരുക്കി, ഹാമാനെ കുമ്പിടാത്ത ദേശത്തിന്. സ്തോത്രം. എന്നാൽ മൊർദെഖായി തന്റെ പ്രാർത്ഥന തുടർന്നു. ഇസ്രായേൽ ജനം എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൊർദെഖായി എസ്തരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിണത ഫലമോ മൊർദെഖായിക്ക് ഒരുക്കിയ കൽമരത്തിൽ ഹാമാനെ തൂക്കിക്കൊന്നു. മൊർദെഖായി ഇസ്രായേൽ ജനത്തെ യഹൂദജനത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ച ഓർഡർ റദ്ദാക്കപ്പെട്ടു. പ്രധാന സ്ഥാനം മൊർദെഖായിക്ക് ലഭിച്ചു. ഓർഡർ കൊടുക്കാനുള്ള സ്ഥാനം മൊർദെഖായിക്ക് ലഭിച്ചു. മൊർദെഖായി പ്രാർത്ഥിക്കുന്ന മൊർദെഖായി മാനിക്കപ്പെട്ടു. തനിക്ക് വേണ്ടി കൈമരം നോക്കിയ കൈമരത്തിൽ മന്ത്രിയുടെ ഹാമാനെ തൂക്കിലേറ്റപ്പെട്ടു, മരണപ്പെട്ടു. സ്തോത്രം. പ്രാർത്ഥിച്ച മൊർദെഖായി ദൈവം വിടുവിച്ചു. യേശു ക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ വന്ന കരയിൽ ലാസർ മരിച്ചെടുക്കുകയാണ് കല്ലറയിൽ 4 ദിവസമായിട്ട്. എന്നാൽ ലാസറിന്റെ സഹോദരിമാർ മാർത്തയ്ക്കും മറിയയ്ക്കും വേണ്ടി അവർ കരയുകയാണ്. അവരോട് യേശുവും കരഞ്ഞു. യേശു എന്നൊരു സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചു, പ്രാർത്ഥിച്ചു ദൈവത്തിനോട്. അപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. മരിച്ച ലാസറിന്റെ സഹോദരിമാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏത് പ്രശ്നത്തിനും, ഏത് പ്രയാസത്തിനും, ഏത് ബുദ്ധിമുട്ടിനും വിടുതലുണ്ട്. ദൈവശക്തിയോടെ കരങ്ങളെടുക്കും. എന്തൊക്കെ പ്രശ്നം വരട്ടെ, എന്തെല്ലാം പ്രശ്നം വരട്ടെ, ഏത് പ്രശ്നം എത്ര കഠിനമായ പ്രശ്നമായാലും വിടുവിക്കാൻ സ്വർഗം ശക്തൻ. എൻ്റെ ഏത് വിഷയത്തിലും വിടുതൽ തന്നുകൊണ്ട് ദൈവപേര് നോക്കി ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യും. എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരോടും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അഹിക്കാവൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.